ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്, പിന്നെ കോമഡി ആണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ വേണ്ടി വരുന്നുണ്ട്. ഉപകരണമാണ് ഡയറക്ഷൻ ലൈൻ പിന്നെ പുള്ളിയുടെ ആക്ഷൻ, മമ്മൂട്ടിക്ക് ആക്ഷൻ പറ്റില്ലാതെ ജനറലി ഒരു അഭിപ്രായമാണ്. അത് മാറി മാറി വെച്ചിട്ടുണ്ട്. പിന്നെ സെന്റിമെന്റ്സ് ഉണ്ട്. സെന്റിമെന്റ്സ് മമ്മൂട്ടി അതിന് എക്സ്പെർട്ടാണ്. പിന്നെ ഗോകുൽ സുരേഷ് അവരാണ് കോമ്പിനേഷൻ ആണ്. സുരേഷ് ഗോപിക്കാട്ട് നല്ല ആക്ടർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സുരേഷ് ഗോപി ഫ്ലെക്സിബിലിറ്റി ഇല്ല. എല്ലാം കൊണ്ടും ഈ കാലത്ത് വിട്ടു പോയി യങ്സ്റ്റേഴ്സ് കുറെ ഇറ്റാക്കാൻ സാധ്യതയുണ്ട്. ഗൗതം വാസുദേവൻ നല്ല ഡയറക്ടറാണ്. പുള്ളി ഒരുപാട് നല്ല മോഹൻലാലിനെ പോലെ നടന്നത് സിനിമ ചെയ്യാൻ വേണ്ടി മമ്മൂട്ടി ഞാൻ ചാൻസ് കൊടുത്തത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റും. എന്തായാലും ലാലേട്ടൻ ഇതുപോലെ മമ്മൂട്ടി പോലെ അപ്ഡേറ്റഡ് ആവട്ടെ. വളരെ അപ്ഡേറ്റഡ് ആണ് മമ്മൂട്ടി. ഇപ്പോഴത്തെ ഓഡിയൻസിന് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ പൈസ നമുക്ക് അറിയാം. ലാലേട്ടൻ അതുപോലെ ആവട്ടെ. ലാലേട്ടൻ നല്ല ആഗ്രഹിക്കുന്നു. ലാലേട്ടൻ ആണെങ്കിൽ പറയുന്നത് പടം നല്ലതാണ്, എല്ലാം തിയേറ്ററിലേക്കാണ്. നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ക്ലീഷ്യ മൂവിയാണ്. സാധാരണ മാസ് മസാലയല്ല, ഒരു ക്ലാസ് എന്റർടൈനറാണ്. യങ്സ്റ്റേഴ്സ് ഇഷ്ടപ്പെടും, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. 100 കോടിയിലേക്ക് മമ്മൂട്ടി ഒന്ന് കയറട്ടെ. ഏകചിത്ര മൂല്യം പ്രശംസ ഉണ്ട്. കഴിഞ്ഞ 500 വർഷമായിട്ട് മമ്മൂട്ടിയുടെ ടൈമാണ്. ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ അതുപോലെ വരട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റും.